ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു പ്രത്യേക വീഡിയോയെ പറ്റി പറയുകയാണ്. പണ്ട് ഞാൻ വീട്ടിലായിരുന്നപ്പം ഹരികൃഷ്ണൻ എന്ന ഒരു കൂട്ടുകാരൻ മാതൃഭൂമി ന്യൂസ് ചാനലിൽ എൻ്റെ വാർത്ത കൊടുത്തിരുന്നു. ആ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ വീടും എൻ്റെ പഴയ രീതികളൊക്കെ കാണാൻ കഴിയും. ഇന്ന് ശ്യാമേട്ടൻ ആ വീഡിയോ ഇന്ന് ഇടാൻ പോവുകയാണ്. എല്ലാവരും അത് കാണണം. ഒരുപാട് സ്നേഹം തരണം. വളരെ നന്ദി. ഈ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിരുന്ന് പഠിച്ച തെരുവ് വിളക്കിന്റെ കീഴിലിരുന്ന് വായിച്ചു പഠിക്കുന്ന സൂര്യസ്വാമി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇവനെ പറ്റി ബികോം കഴിഞ്ഞ എംകോം ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. പ്രാക്ടീസിന് പോയിട്ടുണ്ട്. പിന്നെ ബില്ലിങ്ങിനൊക്കെ പോവായിരുന്നു. പിന്നെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് വീടുകളിൽ. പിന്നെ ക്ലീനിങ്ങിന് പോകും. പിന്നെ പറമ്പിപ്പണിക്കൊക്കെ പോകും. നല്ല രീതിയിൽ പഠിച്ചു വന്ന കുഞ്ഞാണ്. പക്ഷെ എന്തോ ഒരു സാഹചര്യം. ഇവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം സോഷ്യൽ സ്കിൽസ് ഇല്ല എന്നുള്ളത്. അതിപ്പം അവന്റെ സാഹചര്യത്തിൽ നമ്മളാണെങ്കിലും അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പഠിക്കാവുന്ന ഒരു പയ്യൻ ഇത്രയും മാർക്കോടെ കയറി വരുമ്പോൾ സമൂഹം തന്നെ ഒരു സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ അത് ഈ പയ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഇല്ല. ശരിക്കും അന്തി ഉറങ്ങാനൊരു ഇടവില്ല, ന്യായമായ ഒരു തൊഴിലില്ല, നിത്യ ഒരു വരുമാനമില്ല, സമൂഹത്തിലൊരു അംഗീകാരമില്ല. അമ്മ ടീച്ചറായിരുന്നു. എനിക്ക് അമ്മയുടെ അനുഗ്രഹമാണ് ജോലി ചെയ്യാനും അതുപോലെ പഠിക്കാനും പറ്റിയത്. അവരെയൊക്കെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെന്ന് സൂര്യസ്വാമി പറയാറുണ്ട്. പക്ഷേ അതിനൊക്കെ സാമ്പത്തികമായ ഭദ്രതയൊക്കെ ഉണ്ടായാലേ അവനെ കൊണ്ട് അങ്ങനെയുള്ളൊരു കാര്യത്തെ പറ്റിയൊക്കെ ചിന്തിക്കാനായിട്ട് കഴിയും. കോട്ടയം നഗരമധ്യത്തിൽ തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിക്കുന്ന സൂര്യസ്വാമി എന്ന ബാലന്റെ ചിത്രം 2002 പത്രങ്ങളിൽ വന്നത്. തുടർന്ന് സുമനസ്സുകളുടെ സഹായത്തോടെ അവൻ എംകോം ഫസ്റ്റ് ക്ലാസ് വരെ നേടിയെടുത്തു. ഇത് സൂര്യസ്വാമിയുടെ ഇന്നത്തെ അവസ്ഥയാണ്. തിരുനക്കരയിലെ ഭാരത് ആശുപത്രിയുടെ സമീപത്തുള്ള ഈ കൊച്ചുകൂരയ്ക്ക് വാതിലുകളില്ല, പായ വെച്ച് മറച്ചിരിക്കുകയാണ്. അതേസമയം ഉള്ള കെട്ടിടത്തെ വൃത്തിയായി അവൻ സൂക്ഷിക്കുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ വൈദ്യുതിയോ വെളിച്ചമോ ഇല്ല. ഇതാണ് സൂര്യസ്വാമിയുടെ ബെഡ്റൂം. ഒരു പലക കഷ്ണത്തിന്റെ മുകളിൽ തുണി വിരിച്ചാണ് കിടന്നുറങ്ങുന്നത്. വെള്ളത്തിന് വഴിയോരത്തെ ടാപ്പും അയൽ വീടുമാണ് ആശ്രയം. ഈ സ്റ്റൂളിൽ വെച്ചിരിക്കുന്ന ഗ്യാസ് അടുപ്പാണ് സൂര്യസ്വാമിയുടെ കിച്ചൺ. ഷീറ്റ് പാകിയ മേൽക്കൂര തകർന്ന് ചോർന്നൊലിക്കാൻ തുടങ്ങിയതോടെ തൻ്റെ ആകെയുള്ള സമ്പത്തായ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകൾ അവൻ പരിചയക്കാരൻ്റെ വീട്ടിലേക്ക് സൂക്ഷിക്കാൻ മാറ്റി. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഈ കെട്ടിടത്തെ വാസയോഗ്യമാക്കി തന്നത് സമീപത്തെ എബിൻ മെഡിക്കൽസിൻ്റെ ഉടമ സാബുവാണ്. എന്നാൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഒരു കാലത്ത് പ്രതീക്ഷയുടെ വെളിച്ചത്തിൽ പഠിച്ചു വളർന്ന സൂര്യസ്വാമി എന്ന 30-കാരൻ്റെ ജീവിതം ഇന്നും ഇരുട്ടിലാണ്. ഇത് സൂര്യസ്വാമി കോട്ടയം നഗരത്തിലെ തെരുവിളക്കിൻ്റെ ചുവട്ടിലിരുന്ന് പഠിച്ച് എംകോം വരെ കരസ്ഥമാക്കിയ ആളാണ്. എംകോം നേടിയെങ്കിലും സൂര്യസ്വാമിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ജോലിയിലേക്കോ ജീവിതത്തിലൊരു ഉയർച്ചയിലേക്കോ എത്താൻ സാധിച്ചില്ല. കൂലിപ്പണികളും മറ്റും ചെയ്താണ് ജീവിക്കുന്നത്. എന്നാൽ തൻ്റെ വിദ്യാദാനം കാത്തു സൂക്ഷിക്കാനായി അദ്ദേഹം +2 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ പോവുകയും മറ്റും ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിൽ കടയുള്ള രവിച്ചേട്ടൻ ഇങ്ങനെ പത്രത്തിലൊക്കെ കൊടുത്തിരുന്നു. അന്നേരം എല്ലാ പത്രത്തിലും പാഠം ഇട്ടിരുന്നു. നല്ല മാർക്ക് മേടിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ പത്രത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ ഒപ്പം ലോട്ടറി കച്ചവടമൊക്കെ ചെയ്ത് 200 രൂപ 400 രൂപ അങ്ങനെ ഡെയിലി കിട്ടും. അങ്ങനെയായിരുന്നു കഴിഞ്ഞിരുന്നത്. 10ാം ക്ലാസ് വരെ ഏത് സ്കൂളായിരുന്നു? ഗവൺമെന്റ് മോഡൽ സ്കൂളിലാണ് പഠിച്ച. +1 +2 +2 അവിടെ തന്നെ. അത് ഒരു ഫീസ് പോലും കൊടുക്കേണ്ടി വന്നില്ല. അഡ്മിഷൻ സൗജന്യമായിരുന്നു. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ബസേലിയസ് കോളേജിൽ ദേവലോകത്തെ തിരുമേനയുടെ കരുണയാലാണ് അഡ്മിഷൻ കിട്ടിയത്. ഒരു ഫീസ് പോലും കൊടുക്കേണ്ടി വന്നില്ല. ബികോം കഴിഞ്ഞ് എംകോം കഴിഞ്ഞു. ബികോമിന് എത്ര ശതമാനം? 62%. പഠിച്ചൊക്കെ ഇവിടെ ഇരുന്ന് തന്നെയാണോ അതോ കോളേജിൽ ഇരുന്നാണോ പഠിച്ചത്? അത് മെഴുകുതിരി കത്തിച്ച് വെച്ച് പഠിക്കും. പിന്നെ ഇപ്പൊ എമർജൻസി ലൈറ്റ് മൊബൈൽ കട എന്ന് പറഞ്ഞാൽ പുതിയത് തന്ന് അത് ഒരു പൈസ പോലും കൊടുത്തില്ല. അന്നേരം അത് ചാർജ് ചെയ്ത് സൗരോർജ്ജത്തിൽ ചാർജ് ചെയ്യുന്ന ലൈറ്റാ. പിന്നെ എംകോം കഴിഞ്ഞ് വേറെ ജോലി നോക്കിയിരുന്നോ? കൊമേഴ്സുമായി നോക്കിയിരുന്നു. അന്നേരം എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കിട്ടാൻ പാടാ. CA അവിടെ പ്രാക്ടീസിന് പോയിട്ടുണ്ടോ? പ്രാക്ടീസിന് പോയിട്ടുണ്ട്. ഷാജി അസോസിയേറ്റ്സ് ബോട്ടേട്ടിയുടെ അവിടെ. എത്ര നാള് പോയി? അത് 1 മാസം. അന്നേരം അന്നത്തെ കാലത്ത് പൈസയൊന്നും കിട്ടത്തില്ല. അക്കൗണ്ടന്റ് ആയിട്ടൊക്കെ നോക്കിയിരുന്നു. എന്താ കിട്ടാതിരിക്കാൻ കാരണം എന്താ? ഇന്റർവ്യൂവിന് പോയിരുന്നു? എവിടെന്നെങ്കിലും ഇന്റർവ്യൂവിന് പോയിരുന്നു.
അന്നേരം എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. പിന്നെ ഈ ബില്ലിങ്ങിനൊക്കെ പോവായിരുന്നു. അന്നേരം പൈസ ഒന്നും കിട്ടത്തില്ല. അതൊരു 3-4 മാസം ചെയ്തു. പിന്നെ ട്യൂഷനൊക്കെ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് വീടുകളിൽ. ചെറിയ ക്ലാസ് മുതൽ ഈ എല്ലാ ക്ലാസ്സും പഠിപ്പിക്കും. എവിടെയൊക്കെയാ പഠിപ്പിച്ചിരുന്നു? അത് മന്ദിരം, പിന്നെ ഏറ്റുമാനൂര്, അങ്ങനെ ഓരോ വീടുകളിൽ പോയി പഠിപ്പിക്കും. പിന്നെ സംക്രാന്തിയില്, പിന്നെ പരീക്ഷയൊക്കെ വരുമ്പോ അവര് വിളിക്കും. പിന്നെ ഈ അമൂല്യ ഹോട്ടലില്ലേ, അവിടുത്തെ മോനെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ 9, 10, പിന്നെ +1, +2. ഏത് വിഷയൊക്കെയാ? കൊമേഴ്സ്. അതിന്റെ പുസ്തകങ്ങളൊന്നും ഇപ്പൊ കയ്യിലില്ലെന്ന് പറഞ്ഞു. പുസ്തകങ്ങളൊന്നും കയ്യിലില്ല. അപ്പൊ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? അന്നേരം അവിടെ ചെല്ലുമ്പോ അവരുടെ കയ്യിൽ പുസ്തകമുണ്ട്. പൈസ തരാം. അതിന് പൈസ തരും. അത് 1000 രൂപ അങ്ങനെ കിട്ടും. 1000, 1500 രൂപ. ഇപ്പൊ M.Com കഴിഞ്ഞിട്ട് 10 വർഷമായില്ലേ? ഇത് 10 വർഷമായി. അതിനിടയ്ക്ക് എന്തൊക്കെ ജോലികൾ ചെയ്തു? പിന്നെ ഇങ്ങനെ കടകളിൽ പോവും, പിന്നെ ക്ലീനിങ്ങിന് പോവും, പിന്നെ പറമ്പിപ്പണിക്കൊക്കെ പോവും, പുല്ല് തെളിക്കാനും അങ്ങനെയൊക്കെ. ഇപ്പൊ നിലവിൽ എന്താ ജോലി? ഇപ്പൊ നിലവില് മൊബൈൽ കടയിൽ പോകുന്നുണ്ട്. പിന്നെ വീടുകളിൽ ക്ലീനിങ്ങിന് പോകുന്നു. ഇടയ്ക്ക് ട്യൂഷൻ എടുക്കാനും പോകും. അമ്മയും അനിയത്തെയും നവജീവൻ സ്ഥിരതാമസമാണ്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹം? അവരെ കൊണ്ടുവരാനുള്ള ആഗ്രഹമാണ്. ഇപ്പൊ എത്ര വയസ്സായി സൂര്യസ്വാമിക്ക്? എനിക്ക് 30 വയസ്സായി. സൂര്യസ്വാമിയോട് സഹായിക്കുന്ന ആരൊക്കെയാ ഈ നാട്ടിലെ? മെഡിക്കലിലെ സാവുച്ചേട്ടൻ സഹായിക്കും. ഇപ്പൊ സാവുച്ചേട്ടൻ മരിച്ചുപോയി. എന്നാലും സാവുച്ചേട്ടന്റെ ഭാര്യയെ സഹായിക്കുന്നു. പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ തരും. പിന്നെ എന്തെങ്കിലും 500 രൂപ ഇടയ്ക്കൊക്കെ തരും. പിന്നെ ഡ്രസ്സ് മേടിച്ചു തരും. പിന്നെ കുര്യൻ സാറ് സഹായിച്ചിരുന്നു. PK കുര്യൻ സാർ ബസേലിയസ് കോളേജിൽ നിന്ന് റിട്ടയർ ആയ. ബസ് സ്റ്റാൻഡിലെ പുസ്തകശാല നടത്തുന്ന രവിച്ചേട്ടനാണ് സഹായിക്കുന്നത്. അതായത് ഓരോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പൈസയായിട്ടൊക്കെ തരും. ജയശ്രീ ചേച്ചിയൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ ഓടി വരും. ചിത്ര സ്റ്റുഡിയോയിലെ ഒരു സാറുണ്ടായിരുന്നു, കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞു. ആ സാറും സഹായിച്ചിരുന്നു. അമ്മ ടീച്ചറായിരുന്നു. അന്നേരം അമ്മ എന്നോട് പറയുമായിരുന്നു, മോൻ വലുതായി വരുമ്പോൾ കോളേജിൽ പോകും, ഒരു ജോലി കിട്ടും, രക്ഷപ്പെടും എന്നെല്ലാം അമ്മ ചെറുപ്പത്തിൽ പറയുമായിരുന്നു. അങ്ങനെ എനിക്ക് അമ്മയുടെ അനുഗ്രഹമാണ് എനിക്ക് ജോലി ചെയ്യാനും അതുപോലെ പഠിക്കാനും പറ്റിയത്. പിന്നെ അമ്മയെന്ന് പറയുന്നത് എനിക്ക് കാണപ്പെട്ട ദൈവമാണ്. അമ്മേനിയത്തെ കാണാൻ പോകാറുണ്ടോ? കാണാൻ പോകും. അമ്മ ഇപ്പം എന്ത് പറയുന്നു? ഇപ്പം സുഖമായിട്ടിരിക്കുന്നു. മോനെ ജോലിയായോ, എന്നെ വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിക്കണം അന്നേരം പ്രതീക്ഷിച്ചിരിക്കുക. അമ്മയും സഹോദരിയെ കൊണ്ടുവന്നാൽ ഇവിടെ താമസിപ്പിക്കാൻ സൗകര്യം ഉണ്ടോ? വെള്ളവും കറണ്ടും ഒന്നും. വെള്ളം എവിടുന്ന എടുക്കുന്നത്? വെള്ളം തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് എടുക്കുക. കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടുവരും. കിണറ്റിൽ നിന്ന് കോരും. പിന്നെ പൈപ്പിൽ നിന്ന് എടുക്കും. കറണ്ട് ഇല്ല, മെഴുകുതിരി അല്ലേ? മെഴുകുതിരി കത്തിക്കുക. ഈ വീട്ടിൽ എത്ര മുറിയുണ്ട്? 2 മുറി. ഭക്ഷണമൊക്കെ ഇവിടെ വെച്ച് കഴിക്കാനുള്ള ഇതിലാണ്. ഗ്യാസ് ഉണ്ടോ? സ്റ്റൗ ഉണ്ട്. സ്റ്റൗ പിന്നെ അത് തന്നെ പാചകം ചെയ്യുമോ? തന്നെ ചെയ്യും. റേഷൻ കാർഡുണ്ട്. അത് ഇന്ന പോലെ അനിത ചേച്ചിയുടെ കയ്യിലായിരിക്കുന്നത്, പതഞ്ജലിയിലെ. B.Com-ന്റെ M.Com-ന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടോ? ഉണ്ട്, എല്ലാത്തിൻ്റെ ഉണ്ട്. അത് ഇവിടെയാണോ വെച്ചിരിക്കുന്നത്? കൂട്ടുകാരൻ്റെ അവിടെ. എന്താ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സുരക്ഷിതമല്ലാത്തതുകൊണ്ട് മാറ്റിയോ? നനഞ്ഞു പോകുന്നോണ്ടേ. ഇവിടെ ചോർച്ചയുണ്ടോ? ഇപ്പൊ ചോർച്ചയില്ല, ഷീറ്റൊക്കെ മേടിച്ചിട്ട് മാറ്റി. നേരത്തെ ചോർച്ചയുണ്ടായിരുന്നു? നേരത്തെ ചോർച്ച ഉണ്ടായിരുന്നു. അന്ന് സർട്ടിഫിക്കറ്റ് മാറ്റിയതാ അങ്ങോട്ടല്ലേ? അന്ന് മാറ്റിയതാ നനഞ്ഞപ്പോഴും. ഇപ്പൊ മഴ വരുമ്പോൾ ചോരത്തില്ല. ഇനിയും ഞാൻ കഥകിന്റെ വില ചോദിച്ചിട്ടുണ്ട്, 2500 രൂപ ആവുമെന്ന്. കഥവ് വെച്ചാലേ വീടിനൊരു വീടിന് കഥകില്ല അല്ലേ? ചുറപ്പുള്ളൂ. കഥകില്ല. അത് പറഞ്ഞാൽ കട്ടളയുണ്ട്, അത് വെച്ചാ മതി. സൂര്യസ്വാമി വാതിലൊക്കെ ആയി അല്ലേ? വാതിലൊക്കെ ആയി. പിന്നെ എന്തൊക്കെയാ പുതിയ വിശേഷങ്ങൾ? പിന്നെ സപ്ലിമെന്റ് വന്ന വാർത്ത അനുസരിച്ച് പെട്ടെന്ന് നടപടിയൊക്കെ ആയി അല്ലേ? നടപടിയായി. കണക്ഷൻ ആയി. ലൈറ്റ് ഇട്ട് കാണിച്ചേ. ഇന്ന് വെള്ളത്തിന്റെ സൗകര്യമായി. ലൈറ്റ് കാണിച്ചാ 2 മുറിയിൽ ലൈറ്റ് ആയി അല്ലേ? 2 മുറിയിലും ലൈറ്റ് ആയി, ബാത്റൂമിൽ ലൈറ്റ് ആയി. പിന്നെ വെട്ടന്റെ തന്നെ വാട്ടർ അതോറിറ്റിന്ന് ജലസേന ടാപ്പ് കിട്ടി. ഇത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനാണ്. ഇത് ഫ്രെയിം ചെയ്തതെന്ന്. പുസ്തകക്കട നടത്തുന്ന രവിച്ചേട്ടന്റെ സുഹൃത്താണ് രാധാകൃഷ്ണ വാര്യയുടെ. കഥകളിയുടെ ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. ലൈറ്റ് ഒക്കെ വന്നപ്പോ തന്നെ ഒരു ആത്മവിശ്വാസവും ധൈര്യമായി, പോസിറ്റീവ് എനർജി വന്നു മനസ്സിന്. പുസ്തകമൊക്കെ വായിച്ചു തുടങ്ങി. ഇന്നലെ
അമ്മേനിയത്തെ കാണാൻ പോയ വാർത്തയല്ലേ? മിനിഞ്ഞാന്ന് അമ്മയും ഞങ്ങളെ ഞാൻ പോയി കണ്ടു, അനുഗ്രഹം മേടിച്ചത്. സന്തോഷമായി. നല്ലൊരു വീടായി കഴിയുമ്പം അമ്മയ്ക്ക് എൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്നാണ് അതിയായ ആഗ്രഹം. അങ്ങനെ മോൻ നന്നായി വരും, നല്ലൊരു ജോലി കിട്ടും, നല്ല ആഹാരമൊക്കെ വാങ്ങി കഴിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. ഇപ്പൊ നാട്ടുകാരൊക്കെ നല്ല സഹകരണം. ഇപ്പം ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ വന്നിരുന്നു. എനിക്കൊരു ഷെൽഫ് ഉണ്ട്, എത്തിക്കുകയുണ്ടായി. അതിന്റെ സൈഡിലെ പടി ശരിയാക്കി തന്നു. ഇനി ഈ ആഴ്ച ഫാൻ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച നല്ലൊരു ഫാനും പിന്നെ ഒരു ഗ്യാസ് കണക്ഷൻ ഉടനെ എടുത്തു തരാമെന്ന് സാർ അറിയിച്ചു. റേഷൻ കാർഡും ആയിട്ടുണ്ട്. റേഷൻ കാർഡ് BPL ആയി കിട്ടി. ഇപ്പൊ ജീവിതത്തിലൊരു കോൺഫിഡൻസ് ആയി.